നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ഗോമതി രാവിലെ ചായ വെക്കുവാണ്. ആ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നു. അമ്മേ, എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. അല്ല മോളെ, ആകാശം എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ടല്ല, നല്ല ഉറക്കവാ. അല്ല, ഇന്നലെ അവനുമായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നല്ലമ്മേ. ഇന്നലെ ഇപ്പൊ പ്രത്യേകിച്ച് എന്തായിരിക്കണേ? അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, മോളെ അവനെ വെറുതെ വഴക്ക് പറയരുത്, അവന്റെ വിഷമം കൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് ഗോമതി പറഞ്ഞു, നമുക്ക് അവനെ പറഞ്ഞ് നേരാക്കി എടുക്കാം. മോളൊരു കാര്യം ചെയ്യാം, ആ ലൈസൻസ് അതിന്റെ കാര്യം അങ്ങ് ശരിയാക്കി കൊടുക്കുക. ലൈസൻസ് കൊടുക്കാൻ പറയാണ്. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ഞാൻ ആ ലൈസൻസ് കൊടുക്കണോ അല്ലേ? അമ്മേ, അതിന്റെ പേപ്പറുകളൊന്നും ശരിയല്ല. പേപ്പറുകളൊക്കെ വ്യാജമായിട്ടുള്ള പേപ്പറുകളാ കൊണ്ടുവന്നിരിക്കണേ. അപ്പൊ പിന്നെ ഞാൻ അത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ ഒറിജിനൽ പേപ്പർ കൊണ്ടുവന്നാ പോലും ഞാൻ ആ ലൈസൻസ് കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ചായ എടുത്ത് കൊടുക്കണം മീനാക്ഷിക്ക്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മേ, അങ്ങനെ സ്വന്തമായിട്ടൊരു കട തുടങ്ങാനുള്ള ഇതൊന്നും ആയിട്ടില്ല ആകാശിന്. ആകാശിന്റെ വിചാരം ആകാശിന്റെ ചുറ്റുമുള്ളവരൊക്കെ ആകാശിനെ നല്ലതിനെ കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഗോമതി സ്റ്റോഴ്സിന്റെ ബദലായിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകാശ് വിജയിക്കുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. ആകാശ് പിറ്റേ ദിവസം തൊട്ട് നശിച്ചു പോകാൻ തുടങ്ങുമെന്ന് പറയണം. അല്ലാതെ ആകാശിന് ഒരു നല്ലൊരു ജീവിതം വരുമ്പോ, ഒരു സന്തോഷമായ ജീവിതം വരുമ്പോ ഞാൻ കെടുത്തുന്നാന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അല്ല മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മേ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ മോളെ നീ നിന്റെ അച്ഛനെ അമ്മേനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ. കാരണം അവരാണല്ലോ ആകാശിന് കടയിടാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നേ. അവരാണല്ലോ ആകാശിനെ ഇപ്പൊ നിയന്ത്രിക്കുന്നതൊക്കെ. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മേ, എനിക്ക് അതൊക്കെ നന്നായിട്ടറിയാം. എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ആകാശിന്റെ നാശം കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മ ആഗ്രഹിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഏ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ആകാശിനെ സ്നേഹിക്കുന്നവരാരും ആകാശിന്റെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കില്ല. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്ന് റെഡിയാവുകയാണ്. റെഡിയാവുന്ന സമയത്ത് ആകാശ് പതുക്കെ എഴുന്നേറ്റു. മീനുവിനെ ഒന്ന് നോക്കുവാണ്. തലയ്ക്ക് നല്ല പെരുപ്പുണ്ടായിരുന്നു. അങ്ങനെ ആകാശ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു, ആഹാ, എഴുന്നേറ്റോ? രാവിലെ കുടിക്കാൻ എന്നാ വേണ്ടത്? ബ്രാൻഡി വേണോ, വിസ്കി വേണോ, ജിന്നു വേണോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനിത് കൊണ്ടുത്തരാം. ഒന്നെങ്കിൽ ആരെ കൊണ്ടേലും വാങ്ങിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആകാശം എഴുന്നേറ്റ് വന്നിട്ട് മീനുവിനോട് പറഞ്ഞു, നാറ്റിക്കരുത്, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഏ, അബദ്ധം പറ്റിപ്പോയതാണോ? ആഹാ, അത് കൊള്ളാലോ. അത് പിന്നെ മീനു ഇന്നലെ ഭയങ്കര സങ്കടമായിപ്പോയി. സങ്കടം വന്നോണ്ടാ. ആഹാ, അങ്ങനെയാണല്ലേ. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം മാറൂല്ലേ? ഓ, അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യാം, ആകാശ് പോയി കുറച്ച് വാങ്ങിച്ചോണ്ട് വാ, ഞാനും കുറച്ച് കുടിക്കട്ടെ, എന്റെ വിഷമമൊക്കെ മാറുമോ നോക്കട്ടെ. വേണമെങ്കിൽ മിത്രേനെ ആര്യനെ ഒക്കെ വിളിച്ച് അവർക്കും കുറച്ച് കൊടുക്കാം, അവരുടെ സങ്കടം മാറട്ടെ എന്ന് പറഞ്ഞു. അയ്യോ എന്റെ മീനു, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയ നാറ്റിക്കരുതെന്ന്. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ആകാശേ, മദ്യം ദുഃഖമായിട്ടു എന്ന് പറഞ്ഞ ആരാ ആകാശിനോട് പറഞ്ഞേ? അതൊക്കെ താൽക്കാലികമായിട്ട് മാത്രമാ. കുടിച്ചു കഴിഞ്ഞപ്പോ ആകാശിന് ദുഃഖം കുറച്ച് സമയത്തേക്ക് പോയി. അതുകൊണ്ട് വല്ലതും ആയോ? ഒന്നും ആയില്ല. ജീവിതം തകർക്കത്തുള്ളൂ മദ്യം. ആകാശ് ഇന്നലെ ചെയ്തത് മൂലം എന്നെക്കാളും കൂടുതൽ വേദനിച്ച ആൾക്കാർ ഇവിടെയുണ്ട്. അച്ഛനും അമ്മയൊക്കെ. അവർക്ക് എത്രമാത്രം വേദനയായെന്ന് ആകാശ് ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷം? അവരെ കുറിച്ച് ആലോചിച്ചോന്ന് ചോദിച്ചു. അത് പിന്നെ മീനു, ഞാന് ഈ എന്നെക്കുറിച്ച് ചിന്തിച്ചോ? ആകാശിനെ മാത്രം വിശ്വസിച്ച് എൻ്റെ അച്ഛനെ അമ്മയെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ കൂടെ ഒരു നല്ല ജീവിതം ജീവിക്കാൻ വേണ്ടി വന്ന. അങ്ങനെ ആ സമയത്താണ് ആകാശ് കുടിച്ചു കൂത്താടി വരുന്നത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവുമെന്നാണ് ആകാശ് കരുതിയിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. അവിടെ ആകാശിന് തെറ്റിപ്പോയി. ആകാശ് ഒരു നല്ല ജീവിതം നയിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒരിക്കലും നാശത്തിന്റെ വക്കിലേക്ക് പോകാനായിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. ആകാശിന് അത് മനസ്സിലാത്ത ആളുടെ കുഴപ്പമാണ്. അങ്ങനെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മീനു, അത് പിന്നെ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയണം. സാരമില്ല, സംഭവിച്ചു പോയത് പോയി. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയണം. ആവർത്തിച്ചില്ലെങ്കിൽ ആകാശിനെ കൊള്ളാം എന്നൊക്കെ മീനുവും പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എന്നാലും ഇന്നലെ നീ പറഞ്ഞല്ലോ എനിക്ക് കരള് തരില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഓ, അതാണോ? എടാ ബുദ്ധൂസേ, എന്റെ കരളെന്ന് പറഞ്ഞ നീയല്ലേ? അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിനക്ക് കരള് തരുന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആകാശ് മീനുവിനെ ഒന്ന് നോക്കി. എനിക്ക് നീ അല്ലാതെ പിന്നെ ആരടാ ഉള്ളേന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ആകാശിന് സന്തോഷമായി. ആകാശ് മീനുവിനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് മീനു പറഞ്ഞു, അയ്യോ ഒന്ന് മാറിപ്പോ, മദ്യത്തിന് നല്ല നാറ്റമുണ്ട്, പോയി കുളിച്ചിട്ട് വാ, ഞാനേ
കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഇന്നലെ ആകാശമൊന്നും കഴിച്ചില്ലല്ലോ, കഴിക്കാതെയല്ലേ കിടന്നേ, എന്തെങ്കിലും എടുത്തു വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് മീനു അങ്ങോട്ട് പോയി. ആകാശിന് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ ഗോമതിയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ബാലന്റെ ബാഗൊക്കെ പൂജാമുറിയിൽ നിർത്തോണ്ട് കൊടുക്കുകയാണ്. ബാഗും ഗോമതി സ്റ്റോഴ്സിന്റെ കീയൊക്കെ. ഇത് കണ്ടോണ്ട് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നേ. സുകന്യ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ചേച്ചി ബാലന്റെ കയ്യില്? അത് ബാഗാന്ന് പറയണ. അല്ല, ഇതെന്തിനാ ഇപ്പം? അതെ, എല്ലാ ദിവസവും രാവിലെ പൂജാമുറിയിൽ നിന്ന് എടുത്തോണ്ട് കൊടുക്കുന്ന ആള് ഞാനാ. ആഹാ, അത് കൊള്ളാലോ. പിന്നെ വൈകുന്നേരം വരുമ്പോ പൂജാമുറി കൊണ്ടുപോയി വെക്കുന്ന ആള് ഞാനാന്ന് പറയണം. ഇത് കേട്ടപ്പോ സുകന്യ ചോദിച്ചു, എന്നും അങ്ങനെ തന്നെയാണോന്ന് ചോദിച്ചു. അതെ, ബാലൻ പറഞ്ഞു, ഗോമതി സ്റ്റോഴ്സ് തുടങ്ങിയ കാലം മുതൽ അങ്ങനെ തന്നെയാ. ഇന്ന് വരെ ആ പതിവ് തെറ്റിയിട്ടില്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്നാ ശരി ഗോമതി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് തിരിയുമ്പത്തേനും സുകന്യ വിളിച്ചു, ബാലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സുകന്യ എന്ന് ചോദിച്ചിട്ട് ബാലൻ നിന്നു. അത് പിന്നെ ബാലേട്ടനെ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഗോമതി ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോമതി പറഞ്ഞു, കാര്യം എന്താന്ന് വെച്ചാൽ പറ സുകന്യ, എന്നല്ലേ എനിക്കറിയുള്ളൂ. അതെ, ഇന്നലെ ആകാശം മദ്യപിച്ചിട്ടല്ലേ വന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഗോമതി ബാലനും കൂടെ പരസ്പരം ഒന്ന് നോക്കുകയാണ്. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അത് പിന്നെ ആകാശിന് ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാന്ന് പറയണം. അബദ്ധവോ? അതെ, അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഇങ്ങനൊരു മദ്യപാനിയുള്ള വീട്ടില് കഴിയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. മീനാക്ഷിക്ക് സഹിച്ചില്ല. തന്റെ ഭർത്താവിനെ ഒരു മദ്യപാനിയാക്കിയാ പിന്നെ മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുമോ? മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അതെ സുകന്യേച്ചി, എന്റെ ആകാശ് അങ്ങനെ സ്ഥിരം ഒരു മദ്യപാനിയൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ആയിക്കോട്ടെ, സ്ഥിരം മദ്യപാനി അല്ലാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലേ ഈ മദ്യം ഉണ്ടല്ലോ, എന്തൊക്കെ ദുരന്തങ്ങൾ വരിക്കുമെന്ന് അറിയാവോ? അത് മീനാക്ഷിക്ക് അറിയില്ലെന്ന് സുകന്യ ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ സുകന്യെ, അവന് അങ്ങനെ പറഞ്ഞു വന്നിരിപ്പത്തിന് സുകന്യ പറഞ്ഞു, ബാലേട്ടാ, ആകാശ് ചെയ്ത് എന്താണെങ്കിലും തെറ്റാ. ഗോമതി പറഞ്ഞു, മോളെ, അവനൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞല്ലോ. അബദ്ധമൊന്നും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ ഗോമതി ചേച്ചി, ഈ മദ്യം കുടിച്ചിട്ട് വന്നിട്ട് നമ്മള് ടി വിക്കകത്തും പത്രത്തിനകത്തൊക്കെ സ്ഥിരം കാണുന്ന കാര്യമാണ്. മദ്യത്തിന് പൈസ കൊടുക്കാഞ്ഞിട്ട് അമ്മയുടെ തലക്കടിച്ചു, അല്ലെങ്കിൽ മദ്യം കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു, പിന്നെ അതുപോലെ അച്ഛന്റെ തലക്കടിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്ന ഈ ലോകത്ത്. മദ്യം അപകടകാരിയാന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോ ഗോമതി ഞെട്ടിപ്പോയി. മീനാക്ഷി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലനോട് പറഞ്ഞു, ബാലേട്ടാ, ഈ മദ്യപാനികളുള്ള വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിലേ അവര് നാളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എന്റെ ആകാശം അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം. അതെ, ആ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത്, എന്റെ മകനൊന്നും ചെയ്യത്തില്ലാന്ന്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോണ്ടാ അവരുടെ തലയ്ക്കൊക്കെ അടിയേറ്റെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഗോമതി, നീ അവനെ ന്യായീകരിക്കാൻ നോക്കണ്ട. സുകന്യ പറഞ്ഞു, അതാ ബാലേട്ട, അതാ എന്റെ ശരിയെന്ന് പറയണ. ബാലൻ പറഞ്ഞു, സുകന്യ, ഇനി അവൻ മദ്യപിച്ചിട്ട് വരില്ല എന്ന് പറയണ. എനിക്ക് ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി, ബാലേട്ടന്റെ ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, ഞാൻ അവൻ കുടിക്കാതെ വരാൻ നോക്കിക്കൊള്ളാന്ന് പറയണം. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ഇനി അങ്ങനെ എന്തെങ്കിലും മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സുകന്യ ഇവിടെ ഉണ്ടാകത്തില്ല, കൃഷ്ണമംഗലത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് മീനാക്ഷിക്ക് ഒന്നും ഒട്ടും സഹിച്ചില്ല. പിന്നീട് ബാലൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഗോമതി ആ പിന്നാലെ പോവാണ്. അപ്പോഴേക്കും ഗോമതിയോട് ബാലൻ പറഞ്ഞു, സുകന്യ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, ആകാശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിനക്ക് സുകന്യയോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല ബാലേട്ട, അവള് എന്റെ ധർമ്മന്റെ ഭാര്യയല്ലേ, എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. മീനാക്ഷി അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, മീനാക്ഷിക്ക് നല്ലൊരു ജോലിയുണ്ട്, എന്നിട്ട് പോലും ആകാശിന്റെ ഈ കാര്യങ്ങളൊക്കെ, ഈ മദ്യപാനൊന്നും നിർത്താനായിട്ട് മീനാക്ഷിക്ക് പറ്റിയിട്ടില്ലല്ലേ. ശരിക്കും പറഞ്ഞാല് മീനാക്ഷിയെ പോലെയുള്ള പെണ്ണുങ്ങളാണ് സ്ത്രീകളുടെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ മീനാക്ഷിയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് പോയി. മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. കാരണം മീനാക്ഷി ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പുറത്തിങ്ങനെ വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മീനാക്ഷിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആകാശം വന്നിട്ട് പറഞ്ഞു, സോറി ഇട്ടോ മീനു എന്ന് പറയണേ. എന്തിന്? അല്ല, ഞാൻ കാരണം ചേച്ചിയുടെ മുന്നിൽ മറുപടി ഇല്ലാതെ നിനക്ക് നിൽക്കേണ്ട വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതിനാണോ ആകാശ് എന്നോട് സോറി പറഞ്ഞേ? അതെ, ഇതിനേക്കാളും കൂടുതലായിട്ട് വിഷമിച്ച്, എന്നെക്കാളും കൂടുതലായിട്ട് വിഷമിച്ച ഒരാളുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അവരോട് ആകാശിനൊന്നും പറയാനില്ലേ? അച്ഛന് സുകന്യേച്ചിയുടെ മുന്നിൽ സോറി പറയേണ്ട വന്നില്ലേന്ന് ചോദിച്ചു. അതിന് അച്ഛൻ സോറി ഒന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞില്ലേ. അത് ആകാശിന് നിസ്സാരമായിരിക്കും, പക്ഷെ അച്ഛന്റെ കാര്യമൊന്നും ഓർത്തു വെക്കേ. അച്ഛൻ എത്രമാത്രം വേദനിച്ച് കാണും ആ സമയത്ത്. അതെന്താ ആകാശ് വിചാരിക്കാത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മീനു, അതെ, ആകാശിന്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ആകാശ് ചിന്തിക്കുന്ന പോലും ഒന്നും ഇല്ല.
അതാ ആകാശിന്റെ പ്രശ്നം. ഹും, ആകാശ് മദ്യപിച്ചിട്ട് വന്നപ്പോ ആകാശ് പിന്നെ എന്താ വിചാരിച്ചേ, ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷാവൂന്നോ? അച്ഛനും അമ്മയൊക്കെ നാണം കെട്ട് നിന്നില്ലേ? ആകാശ് പറഞ്ഞു, മീനു ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. എന്റെ വിഷമത്തെക്കാൾ കാല് എനിക്ക് കൂടുതലായിട്ട് സങ്കടം തോന്നിയത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം ഓർത്തിട്ടാ. അച്ഛന് ഈ പറയുന്ന സുകന്യേച്ചിന് മുന്നേ ചെറുതായി പോയില്ല എന്നൊക്കെ ചോദിച്ചു. അത് മീനു ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, വേണ്ട ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. മീനു ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിപ്പോയി. ആകാശിന് സങ്കടമായി. പിന്നീട് മീനു വന്നിട്ട് പറഞ്ഞു, സാരമില്ല പോട്ടെ, ഇനി മുതൽ അത് ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന് പറയണം. ആകാശ് പറഞ്ഞു, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയണം. സത്യമാണോ? സത്യമാന്ന് പറയണം. മീനാക്ഷിക്ക് സന്തോഷമായി. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ധർമ്മം വരുവാണ്. ധർമ്മം വന്നിട്ട് പറഞ്ഞു, അതെ സോറി ഇട്ടോന്ന് പറയണം. അത് കേട്ടപ്പം മീനാക്ഷി ആകാശോട് ചോദിച്ചു, സോറിയോ? എന്തിനാ സോറി പറയണമെന്ന് ചോദിച്ചു. അതെ, സുകന്യ കാരണം നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഓ അതാണോ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മാമ. സുകന്യേച്ചി ചോദിച്ചാൽ എന്താ തെറ്റിരിക്കുന്നേ? ഒരു നല്ല കാര്യമല്ലേ? ആകാശം മദ്യപിച്ച് എത്തുമ്പോ ചോദ്യം ചെയ്തല്ലേ? അല്ല എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതെ മാമ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറയണ. എന്നിട്ടും ധർമ്മന്റെ മുഖം തെളിഞ്ഞില്ല. ആ സമയം ധർമ്മം പറഞ്ഞു, എനിക്കിപ്പം നല്ല പേടിയുണ്ടെന്ന് പറയണേ. എന്തിന്? മാമനെന്തിനാ പേടിക്കണേ? അത് പിന്നെ ഉണ്ടല്ലോ, അത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും മീനാക്ഷിയോട് കാര്യം എന്താന്ന് വെച്ചാൽ പറ മാമ. സുകന്യ കാരണം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്, നമ്മൾ തമ്മിൽ അലമ്പുണ്ടാവുമെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് നിസ്സാര കാര്യമല്ലേ? ഇത് വലിയ കാര്യമായിട്ട് ഊതിപ്പരിപ്പാൻ എനിക്ക് കാര്യമൊന്നുമില്ല. മാമന എൻ്റെ പേരിൽ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ നിന്നാലും ധർമ്മന്റെ മുഖം തെളിഞ്ഞില്ല. അപ്പോഴേക്കും മീനാക്ഷിയോട് ആകാശ് പറഞ്ഞു, മാമന്റെ മുഖം ഇതിലായിട്ടും തെളിഞ്ഞിട്ടില്ല എന്ന് പറയണ. പിന്നീട് ആകാശ് പോയിട്ട് ധർമ്മനെ ഇക്കളിടുവാണ്. ഒന്ന് ചിരിക്കും മാമ, വെറുതെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് സെറ്റ് ആകുവാണ്. അവന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ മുറ്റത്തിരിക്കുവാണ്, മാവിന്റെ ചൂട്ടിലിരിക്കുവാണ്. അപ്പോഴേക്കും ആകാശ് അങ്ങോട്ടേക്ക് വന്നു. ആകാശ് വന്നിട്ട് ബാലൻ ഇങ്ങനെ ഒന്നും മിണ്ടായിരിക്കുവാണ്. അല്ല എന്നെ വിളിപ്പിച്ചെന്ന് കേട്ടു എന്ന് പറയണം. എന്തിനാന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, നിന്നെ പൊന്നാട അണിയിച്ചൊന്ന് ആദരിക്കാൻ വേണ്ടി വിളിച്ചാ. അങ്ങനത്തെ പ്രവർത്തികളാണല്ലോ നീ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പം ആകാശ് ഒരു ഞെട്ടലോടുകൂടി ബാലിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.